ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ടും യൂട്യൂബ് ചാനലിലോട്ടും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇതുപോലത്തെ അഴുക്ക് പിടിച്ച നമ്മുടെ ഇമിറ്റേഷൻ്റെ മാലകൾ കളർ കുറേ പോയത് കേട്ടോ. ഇതിപ്പോൾ കളർ കുറേ പോയതാണ്. അപ്പോൾ ഈ കളർ പോയ മാലകളെ നമുക്ക് എങ്ങനെ കളർ വെപ്പിക്കാം എന്നൊരു വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതും വീട്ടിലുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ വെച്ചിട്ടും രണ്ടേ രണ്ട് സാധനങ്ങൾ വെച്ചിട്ട് മാത്രം ഒറ്റ ഒരു സ്റ്റെപ്പ് കൊണ്ട് നമുക്ക് നമ്മുടെ ഈ ഒരു മാലയെ നല്ലതുപോലെ സ്വർണ്ണ കളറിൽ ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം 4 മിനിറ്റ് വീഡിയോയേ ഉള്ളൂ. ഈസി ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ തന്നെ നമുക്കിതുപോലുള്ള കളറൊക്കെ കുറഞ്ഞ മാലകളുണ്ടെങ്കിൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്ന് നേരെ വീഡിയോയിലോട്ട് പോകാതെ ആദ്യം തന്നെ നമ്മളൊരു പാത്രം എടുക്കുക. ഒരു പഴയ പാത്രത്തിനകത്തോട്ട് 1 കപ്പ് വെള്ളമാണ് ഞാനിവിടെ എടുക്കുന്നത് കേട്ടോ. ഒറ്റ കപ്പ് വെള്ളം നമ്മളങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനകത്തോട്ട് ഒരു ഹാഫ് വേണ്ട കേട്ടോ, അതിലും കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ചെറിയ ഒരു നാരങ്ങയുടെ എൻഡിൽ ഞാൻ കട്ട് ചെയ്തതാണ്. അപ്പോൾ ആ നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി കേട്ടോ, മഞ്ഞൾപ്പൊടി ഒരു 3/4 സ്പൂണോളം ഇട്ട് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ നാരങ്ങത്തോട് നമുക്ക് അതിൽ തന്നെ ഇട്ട് കൊടുത്തേക്കാം. ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ആ കളർ പോയ മാലയും കൂടെ എടുത്ത് അതിനകത്തോട്ടിട്ടിട്ട് അടുപ്പിൽ വെച്ച് നമ്മൾ നല്ലപോലെ ഒന്ന് തിളപ്പിക്കാൻ പോവാണ്. നല്ലപോലെ തിളയ്ക്കണം. അതായത് ഈ ഒരു വെള്ളം കുറച്ചൊന്ന് വറ്റണം കേട്ടോ, അത്രയും തിളച്ച് കിട്ടണം കേട്ടോ. ഞാനിപ്പോൾ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ കളർ പോയ മാലയ്ക്ക് നമ്മൾ കളർ വെക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ക്ലാവും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടി നമ്മൾ നാരങ്ങാനീര് ഉപയോഗിക്കുന്നത്. ഇതിന് പിന്നെ വലിയ ക്ലാവില്ല, ഈ മാലയ്ക്ക് അഴുക്കുമില്ല, കളറാണേ കുറവ്. അപ്പം ഞാൻ ക്ലാവുള്ള ഒരുപാട് അഴുക്ക് പിടിച്ച മാലകളും വളകളും പാദസരവും ഒക്കെ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ലതുപോലെ തിളച്ച് നിന്നുമ്പോൾ ഇടയ്ക്ക് നമ്മൾ മാല ജസ്റ്റ് ഒന്ന് പൊക്കിയൊക്കെ കൊടുക്കുക. കാരണം കുരുങ്ങിയൊക്കെ കിടക്കുവാണെങ്കിൽ കളർ എല്ലായിടവും കയറണം, അതിനു വേണ്ടിയാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. റിസൾട്ട് ഞാൻ ഫൈനൽ കാണിക്കാം. ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങളുടെ കമൻറ്റ് തീർച്ചയായിട്ടും അയക്കാനും മറക്കരുത് കേട്ടോ. ഇതിപ്പോൾ തന്നെ ഞാൻ ഓഫ് ചെയ്ത്, നമ്മൾ ഈ ഓഫ് ചെയ്തിട്ട് അന്നേരം എടുക്കരുത് കേട്ടോ. ഒരു 5 മിനിറ്റ് അങ്ങനെ അതിൽ തന്നെ കിടന്നോട്ടെ. അതിനുശേഷം നമ്മൾ തണുത്ത ഇച്ചിരി വെള്ളത്തിനകത്തോട്ട്, പച്ചവെള്ളം കേട്ടോ, ഒരു പാത്രത്തിനകത്തോട്ട് നമ്മുടെ മാല എടുത്തിട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ ആ ഒരു മാലയ്ക്ക് കളറ് വെക്കുന്നത് ഇവിടെ കഴിഞ്ഞു. അപ്പം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ, എത്രത്തോളം ആ മാലയ്ക്ക് കളർ വെച്ചു. ആദ്യം നിങ്ങൾ കണ്ട ആ മാലയുടെ തന്നെ കളറും ഈ ഒരു കളറുകൊണ്ട് നിങ്ങൾ നോക്കുക. പിന്നെ അധികം കളറ് വേണ്ട എന്നുണ്ടെങ്കിൽ, അതിപ്പോൾ ഓവർ കളറാണ്, ഓവർ മഞ്ഞ കളർ സ്വർണ്ണ കളറിൻ്റെ തൊട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പിൽ ഇത് മാല എടുത്തതിന് ശേഷം ഒന്ന് തുടച്ചിട്ട് കുറച്ച് പൗഡർ, നമ്മുടെ ഏത് പൗഡറായാലും കുഴപ്പമില്ല, അത് കയ്യിലോട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഇതൊന്ന് അതിനകത്തൊന്ന് തട്ടിയെടുത്ത് എടുക്കാവുന്നതാണ്. അപ്പം കളർ കുറച്ചുകൂടെ കുറയും കേട്ടോ. അപ്പോൾ അതേണ്ടേ നല്ലതുപോലെ നിങ്ങൾ നോക്കി നല്ലപോലെ കളറാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഒറ്റ ഒരു സ്റ്റെപ്പിലാണ് നമ്മളിത് ഇത്രയാക്കി എടുത്തത്. അപ്പോൾ ഇത്രയും കളർ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് പൗഡറൊന്ന് മുക്കി പൗഡറിലോട്ട് മാല ഇട്ടൊന്ന് തട്ടിയെടുത്ത് കളഞ്ഞാൽ ഇച്ചിരി കളർ കുറയും. അപ്പം എന്ത് ചെയ്യേണ്ടത്, നമ്മൾ തീരെ കളറില്ലാതെ കിടക്കുന്ന ഒരു മാല നമുക്ക് പെട്ടെന്ന് ഒരിടത്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്നാക്കി എടുത്ത് നമ്മുടെ കഴുത്തിലിട്ടുകൊണ്ട് പോകാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. 4 മിനിറ്റ് വീഡിയോ മാത്രമേ ഉള്ളൂ. അത് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. നേരത്തെ ഞാൻ ഇതുപോലെ 3-4 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഭയങ്കര റിവ്യൂസും കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നതാണ്. അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എബോവ് 3 lakh ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതിൽ കമൻറ്റുകൾ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ട്, അത് പിന്നെ കളർ വെക്കുന്നതല്ല, ക്ലാവും കാര്യങ്ങളൊക്കെ പോയി ക്ലീൻ ചെയ്യുന്നതാണ്. മാലയും വളയും പാസറൊക്കെ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കണ്ടു നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ.